നിമിഷപ്രിയയുടെ കാര്യം നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വല്ലായ്മയോട് കൂടി മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. യമനിൽ വെച്ചുണ്ടായ ഒരു സംഭവത്തിൽ ഇപ്പോൾ നിമിഷപ്രിയ കസ്റ്റഡിയിലാണ്. അവരെ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. കോടതി അവരെ ശിക്ഷിച്ചു. അതിൻ്റെ മുകളിൽ അപ്പീൽ കൊടുത്തു. അപ്പീൽ തള്ളിപ്പോയി. ഇപ്പോൾ അവസാനമായിട്ട് ഇവർ ആ കുടുംബമായിട്ടൊക്കെ ആലോചനയൊക്കെ നടന്നു. നിമിഷപ്രിയയുടെ അമ്മയൊക്കെ പോയി ഒരുപാട് ശ്രമിക്കുകയും അതിനുവേണ്ടി ഒരുപാട് നടക്കുകയൊക്കെ ചെയ്തു. കുറേ ആളുകൾ അതിൻ്റെ പിന്നിലുണ്ട്. എന്ന് വെച്ചാൽ അവരെ ഈ സ്ത്രീയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായിട്ടുള്ളൊരു മാർഗം ആളുകൾ നോക്കുന്നുണ്ട്. പക്ഷേ അത് വിജയം കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ കുടുംബക്കാർ ഇതുമായിട്ട് അടുക്കുന്നില്ല, അവരൊരു ഒത്തുതീർപ്പിന് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ആ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടുകൂടിയാണ് അവിടുത്തെ പ്രസിഡന്റ് ഇപ്പോൾ ഈ വധശിക്ഷയ്ക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്. അതാണ് അൾട്ടിമേറ്റ് അതോറിറ്റി, അവിടെ പ്രസിഡന്റാണ്. അവിടെ എന്നൊക്കെ പറഞ്ഞ ആ രാജ്യം എന്നൊക്കെ പറയുന്ന ഒരു ഭരണത്തിലൊരു സ്റ്റെബിലിറ്റി ഒന്നുമുള്ള ഒരു രാജ്യമൊന്നുമല്ല യമൻ എന്നൊക്കെ പറയുന്നത്. മാത്രമല്ല അവിടുത്തെ നിയമ നീതി ന്യായ സംവിധാനങ്ങളെന്നൊക്കെ പറയുന്നത് ഒരു പരിഷ്കൃതമായ ഒരു സംവിധാനം ആണ് എന്ന് നമുക്കൊരിക്കലും പറയാനും പറ്റുന്നില്ല. കാരണം അത് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. വലിയ ശരിയായ വിചാരണയോ അതൊന്നും വരുന്നില്ല. തെളിവ് ഈ സ്ത്രീ മൂലം അവരുടെ ഒരു പങ്കാളിയായിട്ട് ബിസിനസ് പങ്കാളിയായിരുന്ന ഒരു യമൻ പൗരൻ, അയാൾ കൊല്ലപ്പെട്ടതാണ് പ്രശ്നം. അയാൾ കൊല്ലപ്പെട്ടു. അത് ഇവർ എങ്ങനെ കൊന്നെന്നോ അല്ലെങ്കിൽ ഇവരാണോ അതെന്നോ ഉള്ളതോ നമുക്കറിയില്ല. ഇനി ആണെങ്കിൽ പോലും ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന കൊടുക്കാം. കാരണം എന്തോ പറ്റിപ്പോയതായിരിക്കാം ചിലപ്പോൾ അവരുടെ ഭാഗത്തുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അത് ശരിയായ തെളിവ് വരുന്നില്ല, ഇവരല്ല എന്നുള്ളത് ചിലപ്പോൾ അത് പുറത്തു വരേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും പറയാൻ അറിയില്ല. കാരണം ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അവിടുന്ന് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊന്നും കിട്ടത്തില്ല. അവിടുത്തെ കോടതി ശിക്ഷിച്ചു ആണ്. അവിടുത്തെ വിചാരണ പോലും നമുക്ക് പലപ്പോഴും നമ്മൾ കാണാം. അതായത് ഞാൻ പല രാജ്യങ്ങളിലെയും വിചാരണ ഒക്കെ വരുന്ന ഒരു നല്ലൊരു ഫിലിം തന്നെ ഉണ്ട് കേട്ടോ. ഒരു 3.5 മണിക്കൂർ ഇരുന്നാലേ ഉള്ളൂ അത് കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. അവിടെ ആ വിചാരണ നടക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാം. നമ്മൾ കാണുന്നതാണ്. അത് വളരെ ഒരു ഒന്നുമില്ല. നമ്മുടെ ഇവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അത്ര അരിച്ചരിച്ചാണ് ഈ എവിഡൻസ് ഒക്കെ എടുക്കുന്നത്. മറ്റേത് അങ്ങനെയൊന്നും അല്ലല്ലോ. അവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കും. പിന്നെ ഇനിയുള്ള ആകെയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അറബ് കൺട്രീസിലൊക്കെ വരുമ്പോൾ അതേപോലുള്ളതൊക്കെ ഉള്ളത് ഈ ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ബ്ലഡ് മണി എന്ന് പറയും. ബ്ലഡ് മണി എന്ന് പറയുന്നത് അതായത് ഈ മരിച്ച ആൾ തന്നെ എൻ്റെ കുടുംബത്തിന് അവരുടെ അവകാശികൾക്ക് അവർക്ക് സമ്മതമായ ഒരു തുക കൊടുക്കുക. അതായത് അവർ സമ്മതിക്കുക. ഈ മരിച്ചതിന് പകരം അയാൾ കൊല്ലപ്പെട്ടു, അതിന് പകരമായിട്ട് ഈ ബ്ലഡ് മണി കൊടുക്കുക എന്ന് പറയുക. ഈ ബ്ലഡ് മണി കൊടുത്താൽ പോലെ സ്വീകരിക്കാൻ തയ്യാറാവണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ബ്ലഡ് മണി സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ മതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇയാൾക്ക് മാപ്പ് കൊടുക്കാം, ഈ പ്രതിക്ക് മാപ്പ് കൊടുക്കാം. അതായത് ഈ നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കാൻ പറ്റും. പക്ഷെ അതിന് ആ കുടുംബം തയ്യാറാവണം. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഒരിക്കൽ എനിക്കറിയാവുന്ന ഒരു എണ്ണമാണ്. അതായത് ഒരു സൗദിയിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. സൗദി അറേബ്യയിൽ ഒരു UAE രാജകുടുംബത്തിൽപ്പെട്ട ഒരാളാണ് കേട്ടോ. ഒരാൾ മൂലം ഈ ഒരു സൗദിയിൽ ഇതുപോലെ ഒരു കൊലപാതകം നടന്നു. അത് അങ്ങ് പറ്റിപ്പോയതാണ്, അതായി. അത് ആ ആളുടെ കുടുംബമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവസാനം അവർ UAE ഗവൺമെൻറ് അവരുടെ രാജകുടുംബത്തിൽ നിന്നല്ലേ എത്ര രൂപ വേണമെങ്കിലും അവർ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ കോടതി അവിടെ സൗദി അറേബ്യയിൽ നോക്കിയപ്പോൾ അവിടെ രാജകുടുംബവും ഒന്നും അവിടുത്തെ പ്രശ്നമൊന്നുമല്ല. ആരായാലും അവർക്ക് അങ്ങനെയൊന്നുമില്ല. അവിടെ ഈ ഒരു വിട്ടുവീഴ്ചയും ഇങ്ങനെയുള്ള കാര്യത്തിലില്ല. അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പായിട്ട് അപ്പം ഞങ്ങൾ ബ്ലഡ് മണി കൊടുക്കാൻ അവർ റെഡിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ കൊല്ലപ്പെട്ട ആളിൻ്റെ പിതാവ് കേട്ടോ, വളരെ വൃദ്ധനാണ്, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അയാൾക്ക് ഈ ഓഫർ വന്നപ്പോൾ അയാൾ പറഞ്ഞെന്താ അറിയോ, എൻ്റെ മോനെ കൊന്നവനെ കൊല്ലണം, അത് എനിക്ക് കാശൊന്നും വേണ്ട, എനിക്ക് പണം വേണ്ട, പണം വാങ്ങിക്കൊണ്ട് എൻ്റെ മോൻ്റെ കൊലപാതകത്തിന് മാപ്പ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല, തീർന്നു. അയാളെ പരസ്യമായിട്ട് അവിടെ വെട്ടിക്കൊന്നു കേട്ടോ, എക്സിക്യൂട്ട് ചെയ്തു. ഇതാ ഞാൻ പറഞ്ഞത്.
അങ്ങനെയുള്ള ഉണ്ട്. ചിലരത് തയ്യാറാണ്. ഇത് തയ്യാറായാൽ മാത്രമേ പറ്റുള്ളൂ. ബ്ലഡ് മണി കൊടുക്കാൻ തയ്യാറായ കാര്യമില്ല, ബ്ലഡ് മണി സ്വീകരിച്ചിട്ട് അത് മാപ്പ് കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ അതിനുള്ള ചർച്ചകളൊക്കെ നടന്നു വരുന്നു. ഇനിയിപ്പോൾ അവസാനമായിട്ടാണ് ഈ ബ്ലഡ് മണിയുടെ, അതിനു മുമ്പ് ഒത്തുതീർപ്പിന് അവർ ഇത്തിരി ശ്രമിച്ചു, നടന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ ബ്ലഡ് മണി കൊടുക്കാനിപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ് എന്ന് പറഞ്ഞു. അതൊക്കെ ചിലപ്പോൾ കോടിക്കണക്കിന് രൂപ വേണ്ടി വരും. അതൊക്കെ എങ്ങനെയൊക്കെ സ്വരൂപിച്ചെടുക്കാൻ പറ്റുമെന്നൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. സഹായിക്കാനൊക്കെ ആളുകളൊക്കെ ഒരുപാടുണ്ട്, നല്ല മനസ്സുള്ള കുറേ പേരുണ്ട്, കുറേ പേര്. അതൊക്കെ നടക്കും ചിലപ്പോൾ. എന്തായാലും ആ യുവതി, ആ സഹോദരി രക്ഷപ്പെട്ടു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അതേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും അനിശ്ചിതത്വത്തിലാണ്. ഇപ്പോഴത്തെ നിലയ്ക്ക് വലിയ സ്കോപ്പ് കാണുന്നില്ല നോക്കിയിട്ട്. കാരണം ഏത് നിമിഷവും അവർ വധിക്കപ്പെടാം. അത് ചെയ്യുമെങ്കിൽ നല്ലൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യത്തിനാണ് ഇവരിടപെടേണ്ടത്. ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ലെവലിൽ, അതുപോലെ വിദേശകാര്യ മന്ത്രി ലെവലിൽ അവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരിക്കും. കാരണം ഇതിന് ഉള്ള ഒരു സ്കോപ്പ്, ബ്ലഡ് മണി കൊടുത്താലും അവർ സമ്മതിക്കുന്നെങ്കിൽ അങ്ങനെ. അവിടുത്തെ നിയമം അതല്ലേ, നമ്മളത് പറയുന്നതുകൊണ്ട് കാര്യമില്ല. അവിടുത്തെ നിയമം അവരുടെ രാജ്യത്തെ നിയമമാണ്. അവിടെ പോയിട്ട് നമ്മൾ ഏത് രാജ്യത്ത് പോയാലും ശരി, അവിടുത്തെ നിയമം അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവിടുത്തെ ലോയാണ് അവിടെ വേണ്ടത്. ഇപ്പം ഒരു വിദേശ പൗരന് ഇവിടെ വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച്, അല്ലെങ്കിൽ BNS അനുസരിച്ചുള്ള ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ അയാൾ ശിക്ഷിക്കപ്പെടും. അത് കാരണം നമ്മുടെ നിയമമാണ്. അയാളുടെ രാജ്യത്ത് കുറ്റമായിരിക്കത്തില്ല. ഇപ്പം ഞാൻ ആംസ്റ്റർഡാമിൽ കടയിൽ നിന്ന് കഞ്ചാവ് വാങ്ങാൻ കിട്ടും, ഒരു പ്രശ്നമില്ല. ഹാഷിഷ് വാങ്ങിക്കാം, ഇഷ്ടംമാതിരി വാങ്ങിക്കാം. പക്ഷേ അതിവിടെ വന്നാലോ പ്രശ്നമായി. അതുകൊണ്ട് അവിടെ നടക്കാം, അവിടെ നിന്ന് പരസ്യമായിട്ട് വലിക്കാം, ഒരു പ്രശ്നമില്ല. അത് ഇവിടെ കൊണ്ടുവച്ച് വലിച്ചാലോ എന്ന് പറഞ്ഞാലേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തെ നിയമമാണ്, അവരവരുടെ രാജ്യത്തെ നിയമങ്ങളാണ് അവിടെ പാലിക്കേണ്ടത്. ഏത് വിദേശിയായാലും ഒരു രാജ്യത്ത് ചെന്നാൽ അത് ചിലപ്പോൾ മറന്നു പോകുന്നു. അതാണ് പ്രശ്നം. ഈ സൗദി അറേബ്യയിലൊക്കെ കൊല്ലപ്പെടുന്നല്ല, വധിക്കപ്പെടുന്ന ആളുകൾ, വധശിക്ഷയ്ക്ക് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ കാരണം ഇതൊക്കെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ വധശിക്ഷ നടക്കുന്നത് ചൈനയിലാണ്. ചൈനയിൽ കാരണം അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൂവി തന്നെ ഉണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം. ഒരാളെ ഒരു വിദേശ പൗരൻ അവിടെ ചെന്ന് പെട്ടുപോയി. അയാൾ ചെയ്തതല്ല, ഒഫൻസ് കമ്മിറ്റ് ചെയ്തതല്ല. പക്ഷെ അയാളുടെ മുറിയിൽ വെച്ച് ഇയാൾ മയങ്ങി കിടക്കുകയാണ്. അയാൾ ഉണരുമ്പോൾ കാണുന്നത് അയാളുടെ കൂടൊപ്പം ഉണ്ടായിരുന്ന ലേഡി കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ്. പ്രശ്നമായി ഇതായി. പക്ഷേ അവസാനം അവിടുത്തെ ഒരു ചൈനീസ് ഒരു വക്കീൽ തന്നെ എന്ത് കഷ്ടപ്പെട്ടെന്നറിയാം. അവിടുത്തെ വിചാരണയൊക്കെ നമ്മൾ കാണണം. ഒരു മോക്കറിയാണ് പലപ്പോഴും നടക്കുന്നത്. പക്ഷേ ആ പെൺകുട്ടി ഇയാളെ രക്ഷപ്പെടുത്തുന്നതാണ് അവസാനം. രക്ഷപ്പെട്ടു. ആ രീതിയായി. കാരണം ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ അച്ഛനും മനസ്സിലായി ഇതാരാ കൊന്നെന്നുള്ളത് പിടികിട്ടി. അയാളെ കോടതി വെച്ച് തന്നെ അവനെ അങ്ങ് ഫയർ ചെയ്തു പോകുന്നു. അതാ ചെയ്തേ. എന്നിട്ട് അയാൾ പറഞ്ഞു വെരി സോറി, ഇയാൾ തുടങ്ങി സോറി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അതോടുകൂടി ഇയാളെ രക്ഷപ്പെട്ടു. ഇതാണ് സംഭവം. അതൊക്കെ തെളിവെടുക്കുന്നതൊക്കെ വളരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു വലിയ മാറ്റർ തന്നെയാണ്. വലിയൊരു അത്ര ഫേമസ് ആയിട്ട് ഉള്ള ഒരു മൂവിയാണ്. അതിനകത്ത് ഞാൻ കാണുന്നതൊക്കെ എല്ലാം ഈ വിചാരണകളാണ്. എല്ലാം പല രാജ്യങ്ങളെയും വിചാരണകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ജർമ്മനിയിലെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ വിചാരണ ഒക്കെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ നീതിന്യായ സംഹിതയായിട്ട് വളരെ പൊരുത്തമൊന്നും ഇല്ല അതിനൊന്നും. കാരണം നമുക്കിവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു എവിഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കണം, ഡയറക്റ്റ് ആയിരിക്കണം. വല്ലവരും പറഞ്ഞു കേട്ടതൊന്നും ഇവിടെ എടുക്കത്തില്ല. നേരെ മറിച്ച് പല രാജ്യങ്ങളിലും ഇതൊക്കെ മതി കേട്ടോ. ഇതൊന്നുമില്ലാത്ത രാജ്യം പോലും ഉണ്ട്. അപ്പം നമുക്ക് ഇത് നമ്മൾ നോക്കുമ്പോൾ കാണേണ്ടത്, നമ്മുടെ പൗരന്മാർ വിദേശത്ത് പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടുത്തെ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അവിടെ നമുക്ക് കിട്ടുന്ന ഇതൊന്നും ആയിരിക്കത്തില്ല അവിടെ കിട്ടുന്ന പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. അവിടെ ചാട്ടവാറടിയൊക്കെ ഇപ്പോഴും ഉണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. ഇത്തരം ഉപ്പാടി എന്നൊക്കെ പറഞ്ഞാൽ പുറം പൊളിഞ്ഞു പോകും. അതുപോലെ ഉണ്ട്, ആ രീതിയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഓരോ രാജ്യത്തിലും അവരവരുടെ നിയമം നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് ഈ യുവതിക്ക് ഒന്നിത്തെറ്റ് പറ്റി കാണും, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അവരുടെ കേസ് അവർക്ക് നടത്താനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല.
പിന്നെ ആ സംവിധാനം അതും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള സംവിധാനമൊന്നും അവിടെ കാണത്തില്ല. ഇതാ കാര്യം. ഏതായാലും അവർ രക്ഷപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.